കോഴിക്കോട് സെന്റ് പാട്രിക്സ് പള്ളിവളപ്പിലെ മതബോധന ഓഫീസിന് തീയിട്ട സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. ഒഡീഷ സ്വദേശി ജയൻ നായിക്കിനെയാണ് ചെമ്മങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. CCTV ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ഇന്നലെ പുലർച്ചെയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ സെന്റ് പാട്രിക്സ് പള്ളിവളപ്പിലെ മതബോധന ഓഫീസിനും പള്ളി വികാരി ഫാദർ ആന്റണി പാലിയത്തറയുടെ കാറിനും ജയന്ത് നായിക്ക് തീവെച്ചത്. കെട്ടിടവും കാറും പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. സംഭവം നടന്നതിന് പിന്നാലെ പള്ളിയുടെ CCTV ദൃശ്യം പരിശോധിച്ചപ്പോൾ പിൻവശത്തെ മതിലിന് മുകളിലൂടെ നടന്ന് പ്രതി പള്ളിവളപ്പിലേക്ക് ചാടുന്നത് വ്യക്തമായിരുന്നു. ഈ ദൃശ്യം കേന്ദ്രീകരിച്ച് ചെമ്മങ്ങാട് പോലീസ് ഇൻസ്പെക്ടർ J. സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണമാണ് പ്രതിയെ പിടികൂടുന്നതിൽ കലാശിച്ചത്. നേരത്തെ ബംഗളൂരുവിൽ താമസിച്ചിരുന്ന ജയന്ത് നായിക്ക് 3 മാസം മുൻപാണ് കോഴിക്കോട് എത്തിയതെന്ന് പോലീസ് പറയുന്നു. ആരാധനാലയങ്ങൾക്ക് തീയിട്ട് കലാപം സൃഷ്ടിക്കാനുള്ള ഗൂഢലക്ഷ്യം പ്രതിക്ക് ഉണ്ടായിരുന്നോ എന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. തെരുവിൽ കഴിയുന്ന പ്രതി എന്തിന് കേരളത്തിലെത്തിയെന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ജയന്ത് നായിക്ക് തീയിട്ട മതബോധന ഓഫീസിലെ ഫർണിച്ചറും അവിടെ സൂക്ഷിച്ചിരുന്ന രേഖകളും രൂപക്കൂട്, വിളക്ക്, രൂപങ്ങൾ തുടങ്ങിയവയും കത്തിനശിച്ചിരുന്നു. 8 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. കെട്ടിടത്തിലുണ്ടായിരുന്ന തുണിക്ക് തീപ്പെട്ടിയുരച്ച് തീവയ്ക്കുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.